മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞ് ശബരിമല നട അടച്ചു. മാളികപ്പുറത്ത് നടന്ന ഗുരുതിയോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങളുമായി പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള സംഘം മടങ്ങി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് ഹരിവരാസനം ചൊല്ലി നടയടച്ച ശേഷമാണ് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് സമീപത്ത് തയ്യാറാക്കിയ ഗുരുതിക്കളത്തിൽ ചടങ്ങുകൾ തുടങ്ങിയത്. മകരവിളക്ക് ഉത്സവത്തിന് ശേഷം ദൈവചൈതന്യത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുമാണ് ഗുരുതി നടത്തുന്നത്. റാന്നി കുന്നേക്കാട് കുടുംബത്തിൽപ്പെട്ടവരാണ് കാർമ്മികത്വം വഹിച്ചത്. ഗുരുതി ചടങ്ങുകൾക്ക് ശേഷം മാളികപ്പുറത്ത് നിന്നും എല്ലാവരും ഒഴിഞ്ഞുപോയി. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്ന് ഗണപതി ഹോമത്തിന് ശേഷമാണ് തിരുവാഭരണ സംഘം പടിയിറങ്ങിയത്. പരമ്പരാഗത പാത വഴി തന്നെയാണ് മടക്കയാത്ര. തിരുവാഭരണ സംഘങ്ങൾ മടങ്ങിയ ശേഷം ശ്രീധർമ്മശാസ്താവിനെ ഭസ്മാഭിഷക്തനാക്കി ജപമാല ചാർത്തി യോഗനിദ്രയിലാക്കി പിന്നീട് നെയ്വിളക്ക് കെടുത്തി ശ്രീകോവിലടച്ചു. ഇതോടെ ഈ തീർത്ഥാടനകാലത്തിന് പരിസമാപ്തിയായി. രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ഇത്തവണ ആചാരപരമായ യാത്ര ചൊല്ലൽ ഇല്ലായിരുന്നു. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയലിനും അനന്തൂനുമൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.